കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഇത് നോൾട്ട ആൻഡ് യൂണിറ്റേസ് കോ-പ്രസന്റ് ഒന്നൊന്ന് രുചി, കോ-പവേർഡ് ബൈ സൺ ടിപ്സ് ആൻഡ് 916 കോക്കോ ബാൻ കോക്കനട്ട് ഓയിൽ. സ്പെഷ്യൽ പാർട്ട്ണർ അമിയോൺ ആൻഡ് അവർ ഡയറി പാർട്ട്ണർ പയശി ആൻഡ് അവർ എഡ്യൂക്കേഷൻ പാർട്ട്ണർ മൂന്നാർ കാറ്ററിംഗ് കോളേജ്. നമസ്കാരം. ഒന്നൊന്നൊരു രുചിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എന്നത്തെ പോലെ ഇന്നും നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായ ആലിസ് ക്രിസ്റ്റിയാണ്. നമുക്ക് ആലിസ് ക്രിസ്റ്റിയെ സ്വാഗതം ചെയ്യാം. നമസ്കാരം. നമസ്കാരം. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച്. പറയൂ ആലിസ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. ഞാൻ അങ്ങോട്ടല്ലേ ചോദിക്കാൻ. നമുക്ക് ഒരുപാട് വിശേഷങ്ങൾ ചോദിക്കാൻ അറിയാറുണ്ട്. പക്ഷെ ആദ്യം തന്നെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഇന്ന് എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത് അറിയട്ടെ. ഞാൻ നമ്മുടെ ഈ ചിക്കൻ ഫ്രൈഡ് റൈസ് എന്നൊക്കെ പറയുന്ന പോലെ ചിക്കൻ ഫ്രൈഡ് ഓട്സ് ആണ് ചെയ്യാൻ പോകുന്നത്. അയ്യോ, അത് കൊള്ളാലോ. അത് കുറച്ച് ഹെൽത്തി ആയിട്ട്, അപ്പം എല്ലാവർക്കും കഴിക്കാം, ഡയറ്റ് ചെയ്യുന്നവർക്കും കഴിക്കാം. ഇപ്പം റൈസ് കഴിക്കുമ്പോൾ ഷുഗർ ഉണ്ടെന്ന് വിചാരിക്കുന്ന ആൾക്കാർക്കും കഴിക്കാം. അങ്ങനെ എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ്. ആരുടെ റെസിപ്പിയാ? അത് എന്റെ സ്വന്തം. ഞാൻ ഓട്സിന്റെ ഉപ്പുമാവൊക്കെ കണ്ടിട്ടുണ്ട്. അത് കണ്ട് ചെയ്ത് പഠിച്ചു കൺസെപ്റ്റിൽ നമ്മൾ ഫ്രൈഡ് റൈസ് നൂഡിൽസ് ഒക്കെ കേട്ട പോലെ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് ഈ ഓട്സിനെ റൈസിന് ഒരു ഓൾട്ടർനേറ്റീവ് ആണ്. അതെ, റൈസിന് പകരം ഓട്സ് ചേർക്കുന്നു. ഇപ്പൊ എല്ലാവരും ഈ ഡയബറ്റിക് അല്ലെങ്കിൽ ഷുഗറിന്റെ ശല്യം കാരണം ചോറ് കഴിക്കാൻ വയ്യ. കാരണം മലയാളികൾക്ക് ചോറ് കഴിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പൊ അതിന് പകരമുള്ള ഒരു ഓൾട്ടർനേറ്റീവ് ഓപ്ഷനാണ് റൈസ് കഴിക്കാതെ അല്ലെ ഗോതമ്പ് മാത്രം കഴിച്ച് മടുത്തിരിക്കുന്നവർക്ക് ഇതേ നമുക്ക് നോക്കാം. ഓട്സിന്റെ ഫ്രൈഡ് ചിക്കൻ ഓട്സ് എന്ന് പറഞ്ഞ സ്വന്തമായിട്ട് വികസിപ്പിച്ചെടുത്ത റെസിപ്പിയാണ്. നമുക്ക് എന്റെ പേറ്റന്റ് ഒക്കെ എടുക്കേണ്ടി വരും നല്ലതാണെങ്കിൽ. അപ്പൊ ഇൻഗ്രീഡിയൻസിലേക്ക് പോവാം. ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ചിക്കൻ ഫസ്റ്റ് ബോയിൽ ചെയ്ത് ഷ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മുട്ട, ഉള്ളി, ക്യാപ്സിക്കം, റെഡ്, ഗ്രീൻ, സ്പ്രിംഗ് ഓണിയൻ, ബീൻസ്, ചില്ലി സോസ്, കെച്ചപ്പ്, സോയാ സോസ്, ബ്ലാക്ക് പെപ്പർ, സോൾട്ട്. സിമ്പിൾ സാധനമാണ്. പിന്നെ നിങ്ങളുടെ എല്ലാം ഹെൽത്തി ആയിട്ടുള്ള ഓട്സ്. ഓട്സ് ഒക്കെ പാലൊക്കെ കാച്ചി കുടിക്കുന്നവർ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടെന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ പെട്ടെന്ന് നമുക്ക് നോക്കാം റെസിപ്പി. ഓക്കെ, തുടങ്ങിക്കൂടി. ഓക്കെ, ആദ്യം നമുക്കൊന്ന് മുട്ട ചിക്കി തോർത്തി മാറ്റി വെക്കണം. ഓക്കെ, ഇതിപ്പം ചിക്കൻ ഓൾറെഡി ഇപ്പം പുഴുങ്ങി വെച്ചേക്കുന്നതാണ്. എന്നാലും ഒന്ന് ഫ്ലേവർ വരാൻ വേണ്ടിട്ട് കുറച്ചൊരു ഉപ്പും കുരുമുളകും ഇട്ടിട്ട് ഒന്ന് ഗ്രിൽ ചെയ്തെടുക്കാം. ആലീസിന്റെ ഇതൊക്കെ കണ്ടിട്ട് നന്നായിട്ട് കുക്ക് ചെയ്യാൻ താല്പര്യമുള്ള ഒരാളാണ്. അതോ കുക്കിംഗ് എനിക്ക് ഭയങ്കര താല്പര്യമാണ്, പക്ഷെ അങ്ങനെ ഭയങ്കര എക്സ്പേർട്ട് ഒന്നും അല്ല. ഞാൻ വീട്ടിലെ എല്ലാം ഓട്സിന്റെ ഐറ്റംസ് ആണ് ഉണ്ടാക്കുന്നത്. ഓട്സിന്റെ ദോശ, ഓട്സിന്റെ ഉപ്പുമാവ്, ഓട്സിന്റെ പുട്ട്, ഓട്സിന്റെ ഷേക്ക്. ഓട്സ് എത്രക്ക് ഇഷ്ടമാണോ? ഓട്സ് ഇഷ്ടമാണെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമല്ല, പക്ഷെ ഹെൽത്തി ആണ്. നമുക്ക് വയറ് നിറയെ ഭക്ഷണം കഴിക്കാമല്ലോ, വണ്ണം വെക്കും എന്നുള്ള പേടി വേണ്ട. നമ്മുടെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യാം. അതൊക്കെ കൊണ്ട് ഞാൻ ഹസ്ബൻഡ് കഴിക്കില്ല. നമുക്ക് ഇതിലേക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇത്തിരി എണ്ണ ഇതിലോട്ട് വെച്ചു. ഞാൻ മുട്ട വേണമെങ്കിൽ ഞാൻ സഹായിക്കാം. ഇതിലേക്ക് ഓയിൽ ആഡ് ചെയ്യുന്നത് നമ്മുടെ ഇഷ്ടമാണ്. ഹെൽത്ത് നോക്കി ചെയ്യുന്നവരെ അധികം വേണ്ട. ഓയിലൊന്ന് ചൂടായി വരട്ടെ. ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് മുളക് പൊടി ആഡ് ചെയ്ത് ശരിക്കും ചിക്കൻ ഫ്രൈ ഇല്ലേ അതുപോലെ ചെയ്തെടുക്കാം. പക്ഷെ ഇപ്പൊ ഞാനിതില് കുരുമുളക് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഓട്സ് അല്ല, ഇപ്പൊ ഞാൻ കേട്ടിട്ട് ബ്രേക്ക്ഫാസ്റ്റ് മുതൽ ഡിന്നർ വരെ സകല സംഭവമായിട്ടുണ്ട്. ഓട്സ് അല്ലാതെ എന്തെങ്കിലും കഴിക്കാറുണ്ടോ? ഓട്സ് അല്ലാണ്ട് കഴിക്കും. ഞാൻ ഭയങ്കര ഫുഡി ആയിട്ടുള്ള ഒരാളാണ്, പക്ഷെ കഴിച്ച പെട്ടെന്ന് തടി വെക്കുകയും ചെയ്യും. ആ തടിയുടെ പേടി കാരണം. അതെ, വീട്ടിലുള്ള ദിവസങ്ങളിൽ ഇപ്പൊ ഷൂട്ടുള്ളപ്പോ നമുക്ക് ഈ ഓട്സും കൊണ്ട് നടക്കാൻ പറ്റില്ലല്ലോ. അപ്പം അവിടെ ലൊക്കേഷൻ എന്താണ് അവൈലബിൾ അത് കഴിക്കും. അല്ലാതെ വീട്ടിൽ തന്നെയാണെന്നുണ്ടെങ്കിൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി മിക്കവാറും നിങ്ങൾ ബിസി ആയിട്ട് പലപ്പോഴും ഷൂട്ടിംഗ് ലൊക്കേഷനാണ്. അപ്പൊ അവിടെ ഈ ഫുഡിന്റെ അളവ് നോക്കി ഇപ്പൊ നല്ല ഇപ്പൊ കടിക്കുന്നുള്ള സംഭവം കണ്ടു കഴിഞ്ഞാൽ അതിന്റെ ലിമിറ്റ് വെക്കുമോ അതോ നല്ല രുചിയാണെങ്കിൽ? ഞാനിപ്പോ 5 നേരം ഭക്ഷണം കഴിക്കുന്നുണ്ട്, പക്ഷെ പോർഷൻ കൺട്രോൾ ചെയ്തിട്ട് കറക്റ്റ് ടൈമിങ്ങിൽ കഴിക്കും. അപ്പം ഇതിലിപ്പോ എണ്ണ ചൂടായിട്ടുണ്ട്. ഞാൻ ചിക്കൻ ആഡ് ചെയ്യുക. ഷെഫിന്റെ ഫേവറേറ്റ് ഫുഡ് എന്താ? എന്റെ നമ്മൾ ഇതുപോലെ എല്ലാം കഴിക്കും, എന്നാലും സീ ഫുഡ് കഴിക്കാനാണ് ഭയങ്കര ഇഷ്ടം. അപ്പൊ വീട്ടില് വൈഫ് ഭയങ്കര ലക്കി ആയിരിക്കുമല്ലോ. വൈഫാണ് ശരിക്കും നന്നായിട്ട് കുക്ക് ചെയ്യുക വീട്ടില്. വൈഫിന് ഒരു ദിവസം ഒരു ഗസ്റ്റ് ആയിട്ട് കൊണ്ടുവരുന്നില്ല. നമുക്കിനി ഇതിലേക്ക് കുറച്ച് പെപ്പർ ചേർത്ത് കൊടുക്കാം. ഓക്കെ,
ഇതിലേക്ക് അധികം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, ജസ്റ്റ് ചിക്കൻ എടുത്താൽ പോലെ ബാക്കി എടുത്താൽ മതി. നല്ല ബ്ലാക്ക് പെപ്പർ ഒക്കെ ഇട്ടിട്ട് ആ ചിക്കൻ അത് കറക്റ്റായിട്ട് നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട്. കാണുമ്പോൾ തന്നെ ഇങ്ങനെ വേണമെങ്കിലും നമ്മൾ കപ്പലിന്റെ പിറകെ കഴിക്കുന്നത്. കുറച്ചുകൂടെ ഒന്ന് ഫ്രൈ ആവട്ടെ. ഓക്കെ, അപ്പൊ ഇങ്ങനെ വിട്ട് പോരാണ്ട് ഓരോ പീസായിട്ട് സെപ്പറേറ്റ്ലി കിടക്കും അല്ലേ. നമ്മുടെ സീ കേരളത്തിലെ മിസ്സസ് വീട്ടിൽ നല്ല ഗംഭീരമായിട്ട് പോകണം, അതിന്റെയൊക്കെ വിശേഷങ്ങൾ പറയും. അവിടെ എല്ലാം അടിപൊളിയായിട്ട് പോകുന്നു. അവിടെ ഞങ്ങൾ ഡേറ്റ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്, ഗ്രൂപ്പായിട്ടാണ്. എങ്ങനെ റെസിപ്പി ഒക്കെ ഷെയർ ചെയ്യാറുണ്ട്? ഞാൻ ഇങ്ങനെയൊക്കെ കഴിച്ചു അങ്ങനെയൊക്കെ. ഞാനും അവിടെ നമ്മുടെ മാൻവിയുണ്ട് ഹിറ്റ്ലറില്, ഞാനും അതെ മാൻവിയുടെ അമ്മയൊക്കെ ആയിട്ട് ഇതുപോലെ നമ്മൾ ഈ ഓട്സിന്റെ പാൻ കേക്ക് ഇതൊക്കെ റെസിപ്പിക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് ഷെയർ ചെയ്യുന്ന സ്ഥിരം പാർട്ടികളാണ്. ഓക്കെ, അപ്പൊ ഇതിപ്പോ ഏകദേശം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് അല്ലെങ്കിൽ അത് ഇതിനകത്തോട്ട് മാറ്റിയിട്ടാ ഞാൻ ഒരുമിച്ച് മാറ്റിക്കാം. ഓക്കെ, എനിക്ക് ശീലമില്ലായിരുന്നു. കല്യാണത്തിനൊക്കെ മുമ്പ് ഞാൻ ഭയങ്കര സ്ലിം ആയിരുന്നു. അത് കുറച്ച് ഓവർ സ്ലിം ആണെന്നുള്ള കാര്യം എനിക്ക് ഇപ്പോഴായിരുന്നു മനസ്സിലായത്. അപ്പൊ കല്യാണം കഴിഞ്ഞ സമയത്ത് ഈ പെട്ടെന്ന് ഒരു 10 കിലോ കൂടി, വെയിറ്റ് കൂടി. അപ്പൊ അങ്ങനെ കൂടി കഴിഞ്ഞപ്പോ എന്താ, എനിക്ക് പണ്ട് ഉപയോഗിച്ചിരുന്ന ഇഷ്ടമുള്ള ഡ്രസ്സൊന്നും ഉപയോഗിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്കുള്ള ഒരു അഡ്വൈസ് എന്താന്ന് പറയാം, ഇത് ആ ഒരു തടിയൊക്കെ കൂടിയിട്ട് നിങ്ങൾക്ക് ആ ബോഡിയൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് എന്നാൽ ആഹാരം കഴിക്കുകയും വേണം. ഇതിനെല്ലാം കൂടെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയ ടിപ്സ് എന്ന് പറഞ്ഞു കൊടുത്തത്. ഞാൻ പണ്ട് ചെയ്തുകൊണ്ടിരുന്നത് പട്ടിണി കിടന്നുള്ള ഡയറ്റ് ആയിരുന്നു. പക്ഷെ അത് ഭയങ്കര മണ്ടത്തരാണ്. നമുക്ക് ഒരു ഉപയോഗം ഉണ്ടാവില്ല. നമ്മുടെ സ്കിന്നും ഹെയറും ഒക്കെ പോയി നമ്മൾ ഇല്ലാണ്ടാവുമെന്നല്ലാണ്ട് അതിന് വലിയ ഉപയോഗമില്ല. ആ സമയത്ത് നമ്മൾ പെട്ടെന്ന് ക്ഷീണിക്കും. പക്ഷെ ഒരു സൈഡിൽ കൂടെ നമുക്ക് നെഗറ്റീവാണ്. പക്ഷെ ഇപ്പൊ ഞാനിപ്പോ കറക്റ്റ് 5 നേരം കറക്റ്റ് ടൈമിൽ ഫുഡ് കഴിക്കുന്നുണ്ട്. കറക്റ്റ് നമ്മുടെ ആവശ്യമുള്ള പ്രോട്ടീൻ എല്ലാം എടുക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് ഹെയർ ലോസ് കുറഞ്ഞു. അങ്ങനെയുള്ള കുറെ ഡിഫറൻസ് എനിക്ക് തന്നെ ഉണ്ടായി. അപ്പൊ എനിക്ക് മനസ്സിലാവുന്നത് ഭക്ഷണം കഴിച്ചുകൊണ്ട് ഡയറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, അപ്പൊ നമ്മള് പച്ചക്കറി ഇട്ടു, അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം. ഇനി അതുപോലെ കുറച്ച് പെപ്പറും ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ചുകൂടി ഓയിൽ ഒഴിച്ചെടുക്കാം, കാര്യം ഡ്രൈ ആയി തുടങ്ങി. നമുക്ക് ഇതിലേക്ക് ചിക്കനും മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കാം. ചിക്കൻ റോസ്റ്റ് ചെയ്ത് ചിക്കൻ ഇട്ടു, അതുപോലെ എഗ്ഗും ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് സോസ് ഒഴിച്ചു കൊടുക്കാം. യെസ്, കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും. ഡിഫറെൻറ്റ് കളറാണ്, ഗ്രീൻ ആൻഡ് യെല്ലോ പെപ്പർ, റെഡ് പെപ്പർ ഒക്കെ ഉണ്ട്. അതിനകത്ത് എഗ്ഗ്, ആ ചിക്കൻ, ബീൻസ്, സോയാ സോസ് കൂടെ, ഡാർക്ക് സോയാ സോസ് ലേശം ഒഴിച്ചിട്ട് അപ്പോൾ തന്നെ ആ ഫ്ലേവർ ബ്ലാക്ക് പെപ്പറിൻ്റെ കൂടെ സോയാ സോസ് ഒന്ന് ചൂടാകുമ്പോൾ ഉണ്ടല്ലോ ഒരു നമുക്കൊരു ചൈനീസ് റെസ്റ്റോറൻറ്റിൽ പോയ ഫീൽ ആയിരിക്കും. അതിനകത്ത് ചില്ലി സോസ് കൂടെ ആഡ് ചെയ്യുന്നു. ചില്ലി സോസ് ആഡ് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ മെയിൻ ഐറ്റം ഓട്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇനി ഇത് നമുക്ക് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഓക്കെ, സിനിമയെ കുറിച്ച് എന്താണ്? സിനിമ എല്ലാരെ പോലെ തന്നെ ആഗ്രഹമുള്ളൊരു ഫീൽഡ് തന്നെയാണ്. എന്താണ് സിനിമ എന്നറിയാൻ വേണ്ടിയിട്ട് നല്ലൊരു പ്രോജക്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി എന്തെങ്കിലും പ്രിപ്പയർ ചെയ്യുന്നു?
വന്നത് ആദ്യമായിട്ട്. അതിന്റെ അപ്പച്ചന് ഈ ഫീൽഡിലുള്ള കുറച്ച് ആൾക്കാരൊക്കെ അറിയായിരുന്നു. അങ്ങനെ സുരേഷ് ബാബു സാറ് കണ്ടു. അപ്പൊ കടമറ്റത്ത് കത്തനാർ സീരിയൽ നടക്കുമായിരുന്നു. അപ്പൊ അതിലിങ്ങനെ ഓരോ ആഴ്ചയും ഓരോ സ്റ്റോറിയാ കാണിക്കുന്നത്. അപ്പൊ അതിൽ ചെയ്യാൻ പോകുന്ന ഒരു സ്റ്റോറിയിൽ ഒരു കുട്ടി ആവശ്യമായിരുന്നു. അങ്ങനെ പോയി ചെയ്തു. പിന്നെ അവിടെ നിന്ന് എനിക്ക് തന്നെ നമ്മുടെ തലയിൽ വിധിച്ചതുകൊണ്ടായിരിക്കാം അതിനുശേഷം വേറെ സീരിയൽ കിട്ടി, പിന്നെ അതിനുശേഷം വേറെ കിട്ടി. ഞാൻ വിചാരിച്ചു ഓക്കെ കിട്ടിക്കൊണ്ടിരിക്കുകയല്ലേ, എന്നാ പിന്നെ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം. അങ്ങനെയാണ് ഇത്രയും വർഷം എത്തിയത്. 2004 മുതൽ എനിക്കിപ്പോ 19 അല്ലേ, 19 വർഷം. ഇത് വളരെ വേഗത്തിൽ 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാം. നിങ്ങളുടെ ഫ്രിഡ്ജിലൊക്കെ ഉള്ള എപ്പോഴും ഉണ്ടാവുന്ന സാധനങ്ങളാണ്. ഏതെങ്കിലുമൊക്കെ വെയിറ്റുകളുണ്ടാവും. ഈ സോസ് ചിലപ്പോൾ ഉണ്ടാവും. ഓട്സ് ടിന്നിൽ നിന്ന് എടുക്കുക, 5 to 10 മിനിറ്റ്സിൽ ഒരു മീൽ കംപ്ലീറ്റ് റെഡി. അത് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഇത് കൂടുതൽ ഹെൽത്തി ആണെന്നുള്ള കാര്യമാണ്. കഴിച്ചു കഴിഞ്ഞാൽ വയറ് നിറച്ച് എത്ര കഴിച്ചാലും നമുക്ക് ഒരുപാട് ദഹനത്തിൻ്റെ പ്രശ്നമോ അതൊന്നുമില്ല. വളരെ ഈസി ആയിട്ട് ഡൈജസ്റ്റ് ആവുന്ന ഓട്സ് ഫ്രൈഡ് റൈസ് ഇത് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇതിൻ്റെ നേരത്തെ പറഞ്ഞ പോലെ ഈ റെസിപ്പി കംപ്ലീറ്റ് എത്രയോ വർഷങ്ങളെടുത്ത് R&D ഒക്കെ ചെയ്ത് കൊണ്ടുവന്ന സാധനമാണ്. അങ്ങനെയുള്ള ഫ്രൈഡ് റൈസ് ആണിത്. ഫ്രൈഡ് റൈസ് അല്ല, ഫ്രൈഡ് ഓട്സ് ആണ്. നമുക്കത് ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ? ടേസ്റ്റ് ചെയ്യാം, അതിനുള്ള സമയമായിട്ടുണ്ട്. എനിക്ക് കഴിക്കാൻ ഇനി കാത്തിരിക്കാൻ വയ്യ. പ്ലീസ് ഒരു മിനിറ്റ് ഇത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പ്രിംഗ് ഓണിയനും കൂടെ ആഡ് ചെയ്യാനുണ്ട്. സെലറി ആയാലും മതി, ഓക്കെ, ഏതായാലും കുഴപ്പമില്ല. അപ്പൊ ഗാർണിഷ് ചെയ്യാനായിട്ട് സ്പ്രിംഗ് ഓണിയൻസ് നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തിടുക. അതിൻ്റെയോടൊപ്പം പറയുന്നത് സെല്ലറി ഇട്ടാലും കൂടെ അടിപൊളിയാണ്. അപ്പൊ സെല്ലറിയും സ്പ്രിംഗ് ഓണിയനും ഉണ്ടെങ്കിൽ അതുകൂടി ഇതിനകത്ത് ആഡ് ചെയ്യാം. സോസും കൂട്ടി കഴിക്കണം കേട്ടോ. ഓക്കെ, സോസ് ഒഴിച്ചോ. തരാം. നേരത്തെ പറഞ്ഞ പോലെ ആലിസ് ക്രിസ്റ്റയുടെ വെരി വെരി സ്പെഷ്യൽ സോട്ടഡ് ഗ്രിൽ ചിക്കൻ ആൻഡ് എഗ് ഓട്സ്. ഒരു പുതിയ പേരൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ യൂട്യൂബിൽ ഇടുമ്പോൾ ഇതൊക്കെ പറഞ്ഞിട്ട് ഈ റെസിപ്പി ഒന്നുകൂടി ഇടാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് കണ്ടല്ലോ, വളരെ സിമ്പിളായിട്ടുള്ള ഡിഷാണ്. നമുക്ക് നല്ല ഫ്ലേവർ അതിനകത്ത് കൃത്യമായിട്ട് ഇതിൻ്റെ അടുത്ത് വരുമ്പോൾ തന്നെ എത്തും. ആ ബ്ലാക്ക് പെപ്പറും സോൾട്ടും സോയാ സോസും ചില്ലി സോസും ടൊമാറ്റോ സോസ്, പിന്നെ വളരെ ക്രഞ്ചി ആയിട്ടുള്ള ഗ്രീൻ ബീൻ ആൻഡ് ബെൽ പെപ്പേഴ്സ്. അമേസിങ് ഡിഷാണെന്ന് കണ്ടാൽ തന്നെ അറിയാം. ഞാൻ കഴിക്കുകയാണ് നിങ്ങൾ. ഇത് അടിപൊളിയാണ്. ഈ കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പം ഇത് കൊടുത്താൽ അവർ നിങ്ങളെ കെട്ടിപ്പിടിച്ചൊരുമ്പ വരും. താങ്ക് യു സോ മച്ച്. ഇഷ്ടമായി. നമ്മുടെ മുമ്പിൽ വെച്ചുണ്ടാക്കിയ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഡിഷല്ലേ. എന്തായാലും ഇവിടെ വന്നതിലും ഇങ്ങനെ ഒരു ഡിഷ് പറഞ്ഞതിലും കുറെ വിശേഷങ്ങളൊക്കെ പറഞ്ഞതിലും താങ്ക് യു. പോകുന്നതിന് ഒരു സമ്മാനമുണ്ട്, ഒരു സമ്മാനം തരാം. ആദ്യം തന്നെ നോൾട്ടയുടെ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഒരു കടായിയാണ്. ഈ സാധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തരുന്നതാണ്. അതിനോടൊപ്പം തന്നെ വീണ്ടും നോൾട്ടയുടെ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഫ്രൈങ് പാനാണ് ഇത്. കാരണം വെച്ചാൽ ഇത് ഉണ്ടാക്കിക്കൊണ്ടാണ് ഈ ചിക്കനും മുട്ടയും ചിക്കി എടുക്കാൻ വേണ്ടി ഇത്, അതുപോലെ നമ്മുടെ ഫ്രൈഡ് എല്ലാം സോട്ട് ചെയ്യാനായിട്ടുള്ള ഇത് രണ്ടും അവിടെ വെക്കൂ. അവിടെ വെച്ചോളൂ. ഇനിയുണ്ട്. ഇനി മുട്ടയൊക്കെ നല്ല സ്റ്റൈലായിട്ട് ബീറ്റ് ചെയ്യാൻ അതുപോലെ ഹാൻഡ് മിക്സറാണ് അമ്മയുണ്ട്. തീർന്നിട്ടല്ല, യൂണിറ്റ് ടേസ്റ്റിന്റെ സ്പെഷ്യൽ ഗിഫ്റ്റ് ഹാമ്പറാണ്. കുറേ സ്പെഷ്യൽ ആയിട്ടുള്ള കറി മസാലാസ് ഉണ്ട്. അതിനോടൊപ്പം 916ന്റെ ശുദ്ധമായ വെളിച്ചെണ്ണ. താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പം ഈ പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. പ്രത്യേകിച്ച് ഷെഫിന്, കാര്യം ഞാൻ ഉണ്ടാക്കിയ ഈ ഒരു കയ്യങ്കളി സഹിച്ച് കഴിച്ചതിലും താങ്ക് യു. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ ഷെഫിനെ കൊണ്ടാക്കി തരാൻ പറ്റുന്ന. ഒരുപാട് സന്തോഷം. അപ്പം പ്രേക്ഷകർക്കും എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. എൻ്റെ ഡിഷ് ഉറപ്പായിട്ടും പരീക്ഷിച്ച് നോക്കണം, കഴിച്ചു നോക്കണം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. നമസ്കാരം. കേരളത്തിൽ മാമ്പഴക്കാലമാണ്. അപ്പോൾ പച്ച മാങ്ങ പഴുത്ത് വരുന്നൊരു സമയത്ത് വെക്കാൻ പറ്റിയൊരു കറിയാണ്. നമുക്ക് മാമ്പഴ പുളിശ്ശേരിയൊക്കെ അറിയാം. ഇതല്ല, പച്ച മാങ്ങ മധുരിക്കാറാവുന്ന സമയത്ത് ആ ഒരു പുളിയും മധുരമുള്ള മാങ്ങ വെച്ചുണ്ടാക്കാൻ പറ്റുന്ന ഒരു തേങ്ങ അരച്ച കറിയാണ്. ശരിക്കും ഒരു പുളിശ്ശേരി അല്ലെങ്കിൽ മോര് കറിയുടെ അരപ്പ് വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു അടിപൊളി ഒഴിച്ചു കൂട്ടാനാണ്. അപ്പോൾ ഇതേപോലുള്ള മാങ്ങ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ടാണ് ഈ കറി ഉണ്ടാക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ആദ്യം തേങ്ങയുടെ അരപ്പാണ്. അരപ്പിന് വേണ്ടിയിട്ട് തേങ്ങയും ജീരകവും അപ്പോൾ നമുക്ക് അരയ്ക്കാനായിട്ട് എടുക്കാം. ഇത്രയും തേങ്ങ മതി. തേങ്ങയ്ക്കകത്ത് കുറച്ച് ജീരകം, 2 അല്ലി വെളുത്തുള്ളി, കുറച്ച് മഞ്ഞൾപ്പൊടി. ഇത് വെള്ളം ഒഴിച്ച് നല്ല മഷി പരുവത്തിൽ അരച്ചെടുക്കണം. വേഗത്തിൽ ഈ കറി റെഡിയാവും. അപ്പോൾ നമുക്ക് ആദ്യം ഇത് അരച്ചെടുക്കാം. ആദ്യം തന്നെ ഈ കറി വയ്ക്കാനായിട്ട് നമുക്ക് മാങ്ങ ഒന്ന് വേവിക്കാനായിട്ട് വെക്കണം. മാങ്ങ ഒന്ന് വെന്ത് വരുന്ന പരുവത്തിൽ അരപ്പ് ചേർത്ത് കടുക് വറുക്കുകയാണ്. വളരെ സിമ്പിളാണ്. ഇത് ആദ്യം മാങ്ങ നമുക്ക് വേവിക്കാനായിട്ട് വയ്ക്കാം.
ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു. അതിനോടൊപ്പം പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ലേശം കല്ലുപ്പ്. മാങ്ങയൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് അരപ്പ് ചേർത്ത് ഒന്ന് ഇളക്കി തിളപ്പിച്ച് വെളിച്ചെണ്ണയ്ക്കകത്ത് കടുകും ചുവന്നുള്ളിയും വത്തൽമുളകും കറിവേപ്പിലയും ലേശ കായപ്പൊടിയും കൂടെ ചേർത്തിട്ട് താളിക്കുക. ഇതാണ് ഈ കറിയുടെ രഹസ്യം. തേങ്ങ നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. അതുപോലെ മാങ്ങയും നന്നായിട്ട് ഇപ്പോൾ കുക്കായിട്ടുണ്ടാവും. വെള്ളത്തിൽ തിളച്ചു. അരപ്പ് ചേർക്കുകയാണ്. അരപ്പ് തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്കിതിന് നല്ലൊരു താളിപ്പ് വേണം. അതിന് പാൻ ചൂടാക്കിയിട്ട് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇങ്ങനെയുള്ള കറിക്കൊക്കെ സ്വാദ് കൂടാനായിട്ട് നല്ലൊരു താളിപ്പ്, അതിനകത്ത് അത്യാവശ്യം വെളിച്ചെണ്ണയൊക്കെ ഇഷ്ടമുള്ളവർക്ക് ആ ഒരു മണത്തിനകത്ത് വെളിച്ചെണ്ണയിൽ കടുകിട്ട് നന്നായിട്ടൊരു താളിപ്പ് വേണം. അത് ഒരു മോര് കറിയുടെ അതേ സ്വാദാണ് ഈ അരപ്പിന്. ഇതിനകത്ത് തൈര് ചേരുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. എന്നാൽ തൈര് ചേർന്ന കറി പോലുള്ളൊരു സ്വാദായിരിക്കും നിങ്ങൾക്ക് വരിക. ചോറിൻ്റെ കൂടെ ഇപ്പോൾ ഒരു വെജിറ്റേറിയനൊക്കെ കഴിക്കുന്ന, അല്ലെങ്കിൽ നല്ല മീൻ പൊരിച്ചത്, അല്ലെങ്കിൽ ബീഫ് ഫ്രൈ, അങ്ങനെയൊക്കെയുള്ള ഇറച്ചി അല്ലെങ്കിൽ കോഴിക്കറിയൊക്കെ ഉള്ളപ്പം അതിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് പറ്റിയ ഒരു മാങ്ങാക്കറിയാണിത്. അരപ്പ് നന്നായിട്ട് തിളച്ചപ്പോൾ നമ്മൾ തീ ചെറുതായിട്ട് കുറച്ച് വെച്ചിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കാം, പാകത്തിന് ഉപ്പുണ്ടെന്ന്. ഒരു പൊടിക്ക് ഉപ്പൂടെ ചേർക്കുന്നു. ഇതങ്ങനെ എണ്ണ ചൂടായിട്ടുണ്ട്. കടുകാണ് ആദ്യം ഇടുന്നത്. കുറച്ച് ചെറിയ ഉള്ളി, അതിനോടൊപ്പം കുറച്ച് വത്തൽമുളക്, കറിവേപ്പില, ചെറിയ ഉള്ളി നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ തീ അണച്ചതിന് ശേഷം ലേശം കായത്തിൻ്റെ പൊടിയാണ് ചേർക്കുന്നത്. അതിനോടൊപ്പം ഒരു നുള്ള് മുളക് പൊടി. ഇത് തീന്ന് മാറ്റി വെച്ച് നന്നായിട്ട് ഇളക്കുന്നു. ആ മാങ്ങയുടെ പുളിയും മധുരവും അതിനോട് മോരുകറിയുടെ അരപ്പും ഈ ഒരു താളിപ്പും ചേർന്ന കറി, നല്ല വെന്ത